الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على المبعوث رحمة للعالمين نبينا وإمامنا وعلى آله وصحابه وأحبابه وأزواجه وذرياته ومن اهتدى بهديه واتبع سنته إلى يوم الدين ثم أما بعد اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അധ്യക്ഷ നിരയിലും സദസ്സിലുമുള്ള സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലുള്ള മുജാഹിദുകളോട് എല്ലാ മണ്ഡലങ്ങളിലും സമ്മേളനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും 4 വിഷയങ്ങളാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അതിലൊരു വിഷയമാണ് നവോത്ഥാന വഴിയിലെ പൗരോഹിത്യ തടസ്സങ്ങൾ എന്നത്. അതേ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് ലോകത്തെവിടെ സംസാരിച്ചാലും പരാമർശിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ കൊടുങ്ങല്ലൂർ, ഏറിയാട്, ഇതിനോട് അനുബന്ധമായ സ്ഥലങ്ങൾ. 1 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുയർന്നു വന്ന ശബ്ദങ്ങൾ അതെല്ലാം കൂടി കോർത്തിണക്കിയാണ് ശക്തമായ ഒരു നവോത്ഥാന മുന്നേറ്റം കേരളത്തിൽ ആരംഭിക്കുന്നു. തുടക്കം മുതൽ തന്നെ അതിൽ സഹകരിച്ച ഒരു പ്രദേശം എന്ന നിലക്ക് കേരളത്തിലെ നവോത്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ പരിചയമുള്ള ആളുകളാണ് നാം. മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് പറയാൻ അർഹതപ്പെട്ട ഒരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. മുജാഹിദ് നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും സമൂഹം മുമ്പ് പറഞ്ഞിരുന്നത് ഇസ്ലാഹി പ്രവർത്തകർ എന്നാണ്. അത് അമ്പിയാക്കളുടെ മാർഗമാണ്. 1.25 ലക്ഷത്തോളം അമ്പിയാക്കളെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ചുകൊണ്ട് അവരോട് നിർദ്ദേശിച്ചതാണ് നിങ്ങൾ സമൂഹത്തിനിടയിൽ ഇസ്ലാഹ് നടത്തണം എന്ന്. ഇസ്ലാഹ് എന്നതിൻ്റെ അർത്ഥമായി ആണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇസ്ലാഹ് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതൊന്ന് പുതുതായി പഠിപ്പിക്കുകയല്ല, ഉള്ളതിൽ കാലക്രമത്തിൽ വന്നു പോകുന്ന കേടുപാടുകൾ മാറ്റി തനത് രൂപത്തിൽ അതിനെ വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരിലെ സുപ്രസിദ്ധ പ്രാസംഗികൻ എന്നറിയപ്പെട്ട ഖതീബുൽ അംബിയാ ശുഐബ് നബി അലൈഹിസ്സലാമയുടെ ഒരു പ്രസ്താവനയായിട്ടാണ് 11-ാം അധ്യായം സൂറ ഹൂദിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു.
അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട്, എൻ്റെ സമൂഹമേ, ഈ ഒരു വിളി ഹൃദയസ്പൃക്കിയായ ഒരു അഭിസംബോധനയാണ്. യാ ഖൗമി. മിക്കവാറും പ്രവാചകന്മാരുടെ എല്ലാം ദഅവത്തിന് തുടക്കത്തിൽ ഈ ഒരു വിളി കേൾക്കാം. എൻ്റെ സമൂഹമേ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ സഹോദരനാണ്. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ ഒരിക്കലും വഴികേടിലേക്കല്ല ക്ഷണിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടി എനിക്കും നിങ്ങൾക്കും പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിലേക്കാണ്, സ്നേഹത്തോടെയാണ്, സാഹോദര്യത്തോടെയാണ്, ഗുണകാംക്ഷയോടെയാണ് ഞാൻ ഈ സന്ദേശത്തിലേക്ക് വിളിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്മാർ ജനങ്ങളോട് സംസാരിച്ചത്. ഇവിടെ ശുഐബ് നബി അലൈഹിസ്സലാം പറയുന്നത്, യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം വ്യക്തമായ തെളിവുകളെ അവലംബിച്ചുകൊണ്ടാണ്. ഊഹാപോഹങ്ങളോ കെട്ടുകഥകളോ ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ രക്ഷിതാവിൽ നിന്ന് എനിക്ക് അവതീർണമായിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ ഒന്നും ചൂഷണം ചെയ്യണമെന്നോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും നേടിയെടുക്കണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. എനിക്ക് എൻ്റെ രക്ഷിതാവിൽ നിന്ന് മാന്യമായ വിഭവങ്ങൾ, റിസ്ഖ് ലഭിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. നിങ്ങളെ വിലക്കുന്ന ഒരു സംഗതിയും ഞാൻ പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല. ഇതാണ് മുജാഹിദിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു മുജാഹിദുകാരനുണ്ട് എങ്കിലും അവര് ജനങ്ങളോട് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അപ്പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായി ഒരിക്കലും ഒരു മുജാഹിദുകാരനെ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളെ വിലക്കുന്നതൊന്നും ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്, ഈ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു. സാധിക്കുന്നത്ര ഓരോ മനുഷ്യനും അവന് കഴിയുന്നത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതു. ഞാൻ സാധിക്കുന്നത്ര ഇസ്ലാഹ്, നവോത്ഥാനം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിനുള്ള തൗഫീഖ് തരേണ്ടത് അല്ലാഹുവാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു. ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. വഇലൈഹി ഉനീബ്. ആ അള്ളാഹുവിലേക്കാണ് ഞാൻ പൂർണ്ണമായും ഖേദിച്ചുകൊണ്ട് വിനയത്തോടുകൂടി മടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്മാർ ശുഐബ് നബി അലൈഹിസ്സലാം ഇവിടെ നവോത്ഥാനം ആരംഭിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും അത് തന്നെ. ഈ ഇസ്ലാഹ് മനുഷ്യർക്കിടയിൽ എല്ലാ കാലവും നിർവഹിക്കപ്പെടേണ്ടതാണ്. അമ്പിയാക്കന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചു. ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദിദുകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പരിഷ്കർത്താക്കളാണ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രദേശത്തും പരിഷ്കർത്താക്കൾ ഉണ്ടാകും. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള കുറെ ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇബ്രാഹിം കുട്ടി മൗലവി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ആരൊക്കെയാണ് മുജദ്ദിദുകൾ എന്ന് നമുക്കറിയില്ല. നാം അവരെ അടയാളപ്പെടുത്തുകയോ അവർ മുജദ്ദിദാണ് എന്ന് അവർ സ്വയം അവകാശപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരുടെ കൈവഴിക്കാണോ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരെയൊക്കെ നമുക്ക് മുജദ്ദിദുകളായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇസ്ലാഹി കേരളത്തിൽ ഒരുപാട് മുജദ്ദിദുകളുടെ പടയോട്ടം, നവോത്ഥാന നായകന്മാരുടെ പടയോട്ടം നടന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ടുള്ളവരായിരുന്നു. ഇതുണ്ടായിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ വിനാശകരമായ സംഭവവികാസങ്ങളായിരിക്കും.
വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് മാനവ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് മനുഷ്യരിൽ ഉണ്ടാകേണ്ട ഒരു പ്രവർത്തനമാണ് ഇസ്ലാഹി എന്ന് പറയുന്നത്. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. നാട്ടുകാർ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കെ ആ പ്രദേശത്തെ അല്ലാഹു തആല നശിപ്പിക്കുകയില്ല എന്ന്. ഇവിടെ സുനാമി ഉണ്ടാകുമ്പോഴും കാട്ടുതീ പടരുമ്പോഴും ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നും മനുഷ്യരെ പിടികൂടുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും ഈ സമൂഹത്തോട് ആത്മാർത്ഥതയുള്ള മനുഷ്യർ അവര് ഇസ്ലാഹി പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്ലാഹി പ്രവർത്തനം നിർവഹിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ സമൂഹം ഒന്നാകെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ തടസ്സങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇത് അമ്പിയാക്കളുടെ കാലഘട്ടം മുതൽ ഉള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാഹുമായി ആദം അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ടു പോയ ആ നവോത്ഥാനത്തെ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ തടസ്സങ്ങളുമായി വന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ടായിരുന്നു. അതിൽ മുശ്രിക്കീങ്ങളും മുനാഫിക്കുകളും യഹൂദികളും നസാറാക്കളും എല്ലാ വിഭാഗം ആളുകളും സംഘടിതമായിരുന്നു. അവരോട് നിങ്ങൾ തടസ്സങ്ങളുമായി മുമ്പിൽ നിൽക്കരുത് എന്ന് പ്രവാചകനും വിശ്വാസികളും പറഞ്ഞപ്പോൾ അവര് തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാഹാണ്. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഇസ്ലാഹിന് തടസ്സമായി നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെയും സഹാബത്തിനെയും തടസ്സപ്പെടുത്താൻ ശല്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ രംഗത്ത് വന്നു എന്ന് പറഞ്ഞു. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളല്ല, നിങ്ങൾ ഫസാദിന്റെ ആളുകളാണ്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, അമ്പിയാക്കൾ നവോത്ഥാനം ചെയ്ത് ഉഴുതു മറിച്ച് ഖുർആനും തിരുസുന്നത്തും ഒക്കെ പഠിപ്പിച്ച് ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിലെ വേദഗ്രന്ഥവും അവരുടെ ചര്യയും പഠിപ്പിച്ച് വമ്പിച്ച മാറ്റമുണ്ടാക്കിയ ജനതയെ ആ ഇസ്ലാഹിന് ശേഷം നിങ്ങൾ അവരെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ശിർക്കൻ ആചാരങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കേരളത്തിൽ നമുക്കറിയാം, ഒരു നൂറ്റാണ്ട് കാലം വളരെ ശാന്തമായ പ്രവർത്തനമായിരുന്നു. ഒരുപാട് നവോത്ഥാന വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ വിതച്ചുകൊണ്ട് പല ആളുകളും വന്നു. ഇവിടെ നേരത്തെ സമസ്തക്കാരെ പരാമർശിക്കുകയുണ്ടായി. സമസ്ത തന്നെ രൂപീകരിച്ചു. ഇപ്പോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു മഹാസമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ആ സമ്മേളനത്തിന് സ്വാഗതമരുളിക്കൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് ഈ കേരളത്തിലുള്ള ജനതയെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ സമസ്ത കേരള എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം ആവർത്തിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള ഖുറാഫി കൂട്ടങ്ങളെയെല്ലാം നമ്മുടെ പണ്ഡിതന്മാർ വളരെ ശാസ്ത്രീയവും ബുദ്ധിപരവും കൂട്ടായ്മയോടും കൂടി അതിനെയെല്ലാം നേരിടുകയും വമ്പിച്ച മാറ്റങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കാൻ അത് ഇടവരുത്തുകയും ചെയ്തു. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ വെള്ളം ചേർത്ത് അതിൻ്റെ വീര്യം കുത്തിച്ചോർത്തി മുജാഹിദുകൾക്കിടയിൽ തന്നെ
ഫിത്നയുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ചില ഘടകങ്ങളെല്ലാം തലപൊന്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ഇതൊന്നുമല്ല നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്നു. അവരുണ്ടാക്കിയ പരിഷ്കരണം എന്ന് പറയുന്നത് ബുദ്ധിക്ക് യോജിക്കാത്തവയെല്ലാം നിരസിക്കുക, പരിഹസിക്കുക എന്ന രൂപത്തിലായിരുന്നു അവർ ചെയ്തത്. എന്നിട്ട് അവർ വാദിച്ചു ഇതാണ് നവോത്ഥാനം. അങ്ങനെ ഒരു നവോത്ഥാനമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനും സ്ഥിരപ്പെട്ട ഹദീസുകൾ അഥവാ സ്വഹിയായ ഹദീസുകളിലും വന്ന ഏതെങ്കിലും ഒരാശയം ഏതെങ്കിലും ഒരു സമയത്ത് അത് നമ്മുടെ ബുദ്ധിക്ക് നേരിട്ട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെ നിലവിലുള്ള ശാസ്ത്രീയമായ വിശകലനങ്ങൾക്ക് യോജിക്കുന്നില്ല ഒരു ഹദീസിന്റെ താല്പര്യം എന്നതുകൊണ്ട് അത് നിരാകരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ശാസ്ത്രം അത് മനസ്സിലാക്കാൻ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി അത് ഉൾക്കൊള്ളാൻ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി സകല ആദരവോടും കൂടി ആ പ്രമാണത്തെ സ്വീകരിക്കുകയാണ്. അല്ലാതെ തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് വന്നാൽ ഒരുപാട് സ്വഹിയായ ഹദീസുകളെ നാം തള്ളേണ്ടി വരും. അത് ഇസ്ലാഹി പ്രവർത്തകർക്ക് യോജിച്ചതല്ല, അത് ഇസ്ലാഹിന്റെ ഭാഗവുമല്ല. അങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മളിൽ നിന്ന് ആദ്യമായി പുറത്തുപോയത്. അൽഹംദുലില്ലാ, അവരിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ നേതാക്കൾക്കുമെല്ലാം ആ തെറ്റ് പിന്നീട് മനസ്സിലാവുകയും കുറച്ചു കാലം കഴിയുമ്പോൾ അവര് തിരിച്ചു വരികയും അവർ പൊട്ടിക്കരയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്ന സന്തോഷകരമായ ഒരവസ്ഥയാണ് ഇന്ന് നാം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്ലാഹി നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ശരിയായിരുന്നു എന്നാണ് പിന്നീട് അവരുടെ മടങ്ങിവരവിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത്. ഏറ്റവും അവസാനമായി വീണ്ടും ഇസ്ലാഹിന് മറ്റൊരു നിർവചനം നൽകിക്കൊണ്ട് വീണ്ടും ഒരു വിഭാഗം പുറത്തുപോയി. ഇസ്ലാഹി പ്രസ്ഥാനം പടിയടച്ച് വിണ്ടം വെച്ച് പുറത്തേക്ക് പറഞ്ഞയച്ച സകല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മറ്റൊരു പേരിൽ, തൗഹീദിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അത് നവോത്ഥാനത്തിന്റെ ഒരു തടസ്സമായി ഇന്നും നമുക്ക് പല ഗ്രാമങ്ങളിലും അനുഭവപ്പെടുകയാണ്. ഇനി അതിനും നമുക്ക് മാറ്റമുണ്ടാക്കേണ്ടതുണ്ട്. ശക്തമായ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ നിരകളും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ തരത്തിലുള്ള ആളുകളുടെ ജിന്നിന്റെയും ശൈത്താന്റെയും പിശാചിന്റെയും എല്ലാം പേരുകൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത നിർഭയത്വം നശിപ്പിച്ചുകൊണ്ട്, ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ആദർശവും ആശയവും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുജാഹിദുകളെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന. എന്താണ് അവരുടെ പക്കലുള്ള തെളിവ്? ഒരു തെളിവുമില്ല. ലൈഫായ ഹദീസുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓക്കാനിക്കുന്ന ആളുകൾ, മനം പുരട്ടുന്ന ആളുകൾ അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി ദുർബലമായ ഹദീസുകളെ ഉദ്ധരിച്ചു എന്നത് വിചിത്രമാണ്. ഒരു നവോത്ഥാനവും അവർക്കിവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, മുജാഹിദുകളുടെ മുഖത്തിന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മരിച്ചുപോയ പരേതാത്മാക്കളെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശിർക്കാണ് എന്ന് പറയുന്നുവെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത, മുസ്ലിമാണോ കാഫിറാണോ എന്നറിയാത്ത, വല്ലതും സഹായിക്കാൻ കഴിയുമോ എന്നറിയാത്ത ജിന്നുകളെ വിളിച്ച്, മലക്കുകളെ വിളിച്ച് സഹായം തേടുന്നത് അനുവദനീയമാണ്, അത് ശിർക്കാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ വന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ നവോത്ഥാനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി പല ആളുകളും രംഗപ്രവേശനം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ദുർബലമായ ഹദീസുകളുടെ പിന്നാലെ നമുക്ക് പോയിക്കൊണ്ട് ഈ തരത്തിലുള്ള ഒരു വാദത്തെയും ഏറ്റെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിനെയും നാം നേരിടേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങളാണ്
നാം ഈ രൂപത്തിലുള്ള തടസ്സങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നാം അപ്പോൾ എന്താണ് ഈ മേഖലയിൽ സ്വീകരിക്കേണ്ടത്? നേരത്തെ ഇവിടെ പലരും ആശംസയിലും ഉദ്ഘാടനത്തിലും പറഞ്ഞതുപോലെ നമുക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം മുമ്പിൽ വെച്ചുകൊണ്ടാണ് നാം ദഅവത്ത് നടത്തുന്നത്. ഇവിടെ മുജാഹിദുകൾ ജനങ്ങളോട് ഖുർആനും സുന്നത്തും അനുസരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾ അംഗമായി ചേരുമ്പോൾ അയാൾ എടുക്കുന്ന പ്രതിജ്ഞ എന്താണ്? വാസ്തവത്തിൽ നാമൊക്കെ ഒരു മെമ്പർഷിപ്പിൽ 5 വർഷം കൂടുമ്പോൾ ഒരു മെമ്പർഷിപ്പ് പുതുക്കുന്നവരാണ്. നിങ്ങളത് വായിച്ചിട്ടാണോ അത് ഒപ്പിട്ട് കൊടുക്കുന്നത്? ഏതൊരു ആളിൻ്റെയും മുമ്പിൽ നമുക്ക് പ്രദർശിപ്പിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ മെമ്പർഷിപ്പിൽ നമ്മൾ എഴുതി ചേർത്തിരിക്കുന്ന ഒന്നാമത്തെ വാചകം എന്ന് പറയുന്നത് ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം. ഖുർആനും തിരുസുന്നത്തും പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘത്തിൽ ഞാൻ അംഗമായി കൊള്ളാം. ഇതൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ വ്യക്തികളും ഒരു മെമ്പറായാൽ ഞാൻ എന്ത് പ്രവർത്തിച്ചു 5 കൊല്ലം കൊണ്ട്, നാളെ നിങ്ങളുടെ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് ഇവിടെ മുമ്പിൽ വെച്ചാൽ, കൊടുങ്ങല്ലൂർ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ആലപ്പുഴയിൽ നിന്ന് അഷ്റഫ് ഗോയക്ക് ഇവിടെ വന്ന് ആ മയ്യത്ത് നിസ്കരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ആ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ നിന്നൊരു തൗഹീദ് ഉൾക്കൊണ്ടയാൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ നിബന്ധന മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ മുസ്ലിയാക്കന്മാർ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നടത്തുന്ന കഥാപ്രസംഗമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഒരു മയ്യത്തിന്റെ മേൽ 40 ആളുകൾ ഒരുമിച്ച് കൂടി ആ 40 ആളുകൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയാണ്. നാഥ ഇവന് പുറത്തു കൊടുക്കണേ, ഇവനോട് കരുണ കാണിക്കണേ എന്ന് പറയുമ്പോൾ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ, യാതൊരു ശിർക്കും ചെയ്യാത്തവനായിരിക്കണം ഈ പറയുന്ന ആൾ. അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഒരു ബാധ്യതയില്ലേ? ഞാനും നിങ്ങളും നാളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ജനാസയായി വന്നിങ്ങനെ മുമ്പിൽ ഇരിക്കുകയില്ലേ, കിടക്കുകയില്ലേ? ആരെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചത്? ആരെങ്കിലും നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ഒക്കെ മരിക്കുമ്പോൾ കുറെ ആൾക്കൂട്ടം വന്നെന്നിരിക്കാം. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ മരിക്കുമ്പോൾ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 40 ആളുകൾ ഒരുമിച്ച് കൂടുന്നത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവം, എല്ലാ മുജാഹിദ് പ്രവർത്തകരുടെയും വീട് കേന്ദ്രീകരിച്ച് ഒരു ഖുർആൻ ക്ലാസ്. ആരാ വരേണ്ടത്? മണ്ഡലം സെക്രട്ടറിയോ പ്രസിഡന്റോ വന്യവയോധികനായ ഇബ്രാഹിം കുട്ടി മൗലവിയോ ആർക്ക് വേണമെങ്കിലും. അദ്ദേഹം ഇന്ന് രാവിലെ ഇവിടെ ഒരു 3/4 മണിക്കൂറോളം പ്രസംഗിച്ചു. ഞാനിത് കേട്ടിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല ഊർജ്ജസ്വലതയോടുകൂടി സംസാരിക്കാൻ അള്ളാഹു ശിഷ്ടകാലം മുഴുവനും ആഫിയത്തോടുകൂടി ഈ ദീനിന്റെ സന്ദേശങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാനുള്ള അറിവും കഴിവും തന്റേടവും ഓർമ്മശക്തിയും എല്ലാം നൽകി അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കണം. തലമുറയായി കൈമാറി വന്ന ഈ ദീപശിഖ ഇന്ന് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാം അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് ചെല്ലുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിസ്തരിക്കും. മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു വിസ്തരിക്കും. പ്രവാചകന്മാരെ വഷളാക്കാൻ വേണ്ടി മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹു ചോദിക്കുന്നതല്ല, അവർ ചെയ്ത ദൗത്യം ചെവിക്കൊള്ളാതെ തിരസ്കരിച്ചു പോയ ജനതയുടെ മുമ്പിൽ വെച്ച് അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലനസ്അലന്നൽ മുർസലീൻ, തീർച്ചയായും അംബിയാ മുർസലീങ്ങളെ മുഴുവൻ ഞാൻ ചോദ്യം ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം, മുഹമ്മദേ, നിന്റെ ജനതയ്ക്ക് ഖുർആനുമായി എന്തായിരുന്നു ബന്ധം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യവാങ്മൂലം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ റബ്ബേ, എന്റെ ഈ ജനത നിന്റെ ഖുർആനിനെ കൈയൊഴിച്ചവരാണ്. ഒരഅഹ്ലു സുന്നത്തും പറഞ്ഞു നടന്നിട്ടൊരു കാര്യവുമില്ല. അഹ്ലു സുന്നത്തിന്റെ യഥാർത്ഥ അവകാശികൾ ഇവിടുത്തെ മുജാഹിദുകൾ മാത്രമാണ്. നമുക്ക് നമ്മുടെ പേര് തന്നെ മറന്നുപോയി. സമസ്ത കേരള രൂപീകരിക്കുന്നതിന്
2 വർഷം മുമ്പ് കേരള ജമിയത്തുൽ ഉലമ എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ആ പേരിനോടൊപ്പം അന്ന് തന്നെ ചേർത്തതാണ്. സൊസൈറ്റി ആക്ട് പ്രകാരം ആ സംഘം രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തന്നെ രേഖപ്പെടുത്തിയതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് നമ്മുടേതാണ് എന്നാണ് നമുക്ക് ഇത് അജ്ഞാതമായത്. ബാക്കി ആർക്കും അത് അവകാശപ്പെടാനില്ല. നവോത്ഥാന പ്രസ്ഥാനമായ കേരള ജമിയത്തുൽ ഉലമയുടെയും കേരള നദ്വത്തുൽ മുജാഹിദിന്റെയും പിൻഗാമികളുടേതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര്. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മൾ 20 രൂപ കൊടുത്ത് വാങ്ങി വായിക്കുന്ന അൽമനാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ അൽമനാറിന്റെ ഫ്രണ്ട് പേജിൽ ഒരു മുദ്ര, അറബിയിൽ ഒരു മുദ്ര കാണാം. അതിൽ എന്താണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്? അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇസ്ലാമികമായ ഒരു മാസികയാണെന്നും ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണെന്നും ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രമാണങ്ങൾ അത് ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് നവോത്ഥാനത്തിന്റെ അലയൊലികൾ അത് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നവോത്ഥാനത്തിന്റെ അലയൊലികൾ മാറ്റമുണ്ടായോ ജനങ്ങൾക്ക്? മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, നവോത്ഥാനം, മുജാഹിദുകൾ നിർവഹിച്ച നവോത്ഥാനം എവിടെ എന്ന് ജനങ്ങൾ ഞങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട്. പഞ്ചസാര വെള്ളത്തിൽ കലക്കിയാൽ പഞ്ചസാര എവിടെ എന്ന് ചോദിച്ചു ഒരാൾ പിന്നാലെ നടക്കുന്നത് പോലെയാണ്. ഇതിൽ നിന്ന് വേർപെടുത്തി പഞ്ചസാര കാണിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. പക്ഷേ അത് ആസ്വദിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ കഴിയും ഈ മധുരം. അതാണ് ഇസ്ലാഹി നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടാക്കിയത്. ഈ സമസ്തക്കാരും അതേപോലെ തന്നെ ദക്ഷിണയും ഇപ്പൊ ഒരു മുക്കൂട്ടു മുന്നണി അല്ല 4 കൂട്ടു മുന്നണി, സമസ്തയെല്ലാം കൂടി എല്ലാ സുന്നികളും കൂടി ഒന്നാകാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അതുപോലും ഐക്യത്തോടു കൂടി നിർവഹിക്കാൻ സാധിക്കാത്ത ആളുകളാണ്. തഹ്സബുഹും ജമീഅ വ ഖുലൂബുഹും ശത്താ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്ലാമിനെതിരെ സംഘടിച്ചു വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അവർ സംഘടിതരാണ്. പക്ഷേ അവരുടെ ഹൃദയങ്ങളെല്ലാം, അവരുടെ വിശ്വാസങ്ങളെല്ലാം ഭിന്ന വിരുദ്ധങ്ങളാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ മാറ്റം എവിടെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ വലിപ്പം നമുക്കറിയുകയില്ല. നിങ്ങൾക്കറിയുമോ? ഇപ്പൊ ഈ സദസ്സിലേക്ക് ഞാൻ 6-7 കൊല്ലം പള്ളി ദർസിൽ ഓതിയ ഒരു മുസ്ലിയാരാണ്. കൊല്ലം ജില്ല തേവലക്കരയിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ബാക്കവിയും വൈസിയും മന്നാനിയും റഹ്മാനിയും അൽകാസിമിയും നെദ്വിയും ഒക്കെ ആകാൻ വേണ്ടി ഓരോ കോളേജിലേക്ക് പറന്നപ്പോൾ ഞാൻ SSLC പാസ്സായി ദർസിൽ വന്ന ഒരാളാണ് എന്ന ഒരു കുഴപ്പമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ പോയത് സുല്ലമുസ്സലാമിലേക്കാണ്. ഹക്ക് പറയുകയാണ്, സുല്ലമിൽ ചെന്ന് ചേർന്നിട്ട് പോലും എനിക്ക് ഈ മുജാഹിദ് എന്താണ്, വഹാബി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. തലയെക്കെട്ടും കെട്ടി പുൽക്കൈ കുപ്പായ വിട്ട് ഒരു പഴയ ഇരുമ്പിന്റെ റെങ്ക് പെട്ടിയും പിടിച്ചാണ് സുല്ലമുസ്സലാമിൽ ചെന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ആഫ്കൈ ഷർട്ടിട്ട തൊയ്യിബ് സുല്ലമിയും അതേപോലെ തന്നെ അബ്ദുറസാഖ് മാഷും അബ്ദുറഹ്മാൻ സലഫിയും പിന്നെ VC മോയിൻകുട്ടി മൗലവി KK PN അബ്ദുൽ ലത്തീഫ് മദനി MM മദനി പോലെയുള്ള ആളുകളൊക്കെ പണ്ഡിതന്മാരൊക്കെ അവിടെ പ്രശ്നം. പക്ഷെ അന്നൊരു നമ്മുടെ മനസ്സിൽ ഇവരെക്കുറിച്ച് മോശമായ ഒരു ധാരണയാണ്. വലിയ പീതാംബരം കെട്ടി വാലിട്ടുടുത്തും ചേതോപിരാമം കിരീടം ധരിച്ചും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ വലിയ കിരീടവും ഒക്കെ വെച്ച ഉസ്താദന്മാരെ കണ്ട് എന്നിട്ട് ഇവരെ കണ്ടിട്ടൊരു ആലിമാണെന്ന് പോലും തോന്നും. പുളിയുള്ള ഒരു സാധനം ഇന്ന് വായി വെച്ച് തിന്നാൻ വയ്യ. എന്താ കാര്യം എന്നറിയോ? സുബഹിക്ക് അരീക്കോട് സുല്ലംസലാം പള്ളിയുടെ സുബഹി ജമാഅത്ത് കഴിയുന്നത് വരെ അവലിന്റെ കരയിലിരുന്ന് പല്ല് തേച്ച് പള്ളിന്റെ ഇനാമലെല്ലാം പോയി. എന്തിനാ? കുനൂത്ത് ഓതി സുബഹി നിസ്കരിക്കാൻ വേണ്ടി. ഇവരുടെ നിസ്കാരം കഴിയണ്ടേ, അതിനുവേണ്ടി കുനൂത്ത് ഓതാൻ വേണ്ടി പല്ല് തേച്ചിരുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഒപ്പം പഠിച്ച സുഹൃത്തുക്കൾ സുല്ലമുസ്സലാമിന്റെ ലൈബ്രറിയിൽ കൊണ്ടുപോയി ഇരുത്തി പറയുന്ന മുഴുവൻ തർക്ക വിഷയങ്ങൾക്കും പ്രമാണം കൊണ്ട് തെളിവ് തന്ന് അതെല്ലാം ഡയറിയിൽ കുറിച്ചെടുത്തുകൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഈ പ്രവർത്തന രംഗത്തേക്ക് സജീവമായി രംഗത്ത് വരുന്നത്. മാറ്റമുണ്ടായില്ലേ?
ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു സമ്മേളനം വിളിക്കുകയാണ്. ബാക്കവി, ഫൈസി, ദാരിമി, മന്നാനി, റഹ്മാനി, അൽ ഖാസിമി, നദ്വി എന്ന് തുടങ്ങി ഖുറാഫികളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നൽകുന്ന പണ്ഡിതന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തിയാൽ അതിന് തന്നെ ഒരു പന്തൽ നിറച്ച് ഇരിക്കാൻ മാത്രം ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം അവർക്ക് നൽകിയത്? എന്താണ് നൽകിയത്? അവർ ജനിച്ചു വളർന്ന പ്രദേശങ്ങളിൽ ഇന്നും ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും സഹിച്ച് പൊറുതിമുട്ടിയാണ് ആ തരത്തിലുള്ള പണ്ഡിതന്മാർ. ഈ കഴിഞ്ഞ 4-ാം തീയതി മുജാഹിദ് സെന്ററിൽ ജമിയത്തുൽ ഉലമായുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിൽ വന്ന ഹുസൈൻ ഫൈസി പന്നിപ്പാറയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പ്രസംഗിച്ചു. അവരെല്ലാവരും ഇവിടുത്തെ പ്രഗത്ഭരായ സമസ്തയിലെ പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരായിരുന്നു. അപ്പൊ നവോത്ഥാനം നടക്കുന്നില്ല എന്ന് വിചാരിച്ചൊരു മുജാഹിദുകാരന് നിരാശപ്പെടരുത്. നവോത്ഥാനം അതിന്റെ പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി തടസ്സപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ നിന്നും അതേപോലെ തന്നെ യാഥാസ്ഥികരുടെ കൂട്ടത്തിൽ നിന്നും രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. അവരെ നാം തിരിച്ചറിയണം. പ്രമാണങ്ങളെ നിഷേധിക്കുകയും ബുദ്ധിയും യുക്തിയും കൊണ്ട് അതിനെ അളക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് വേണ്ട. മുജാഹിദുകളുടെ നിലപാടെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. എന്റെ ബുദ്ധി അത് മനസ്സിലാക്കാൻ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദരപൂർവം പ്രമാണത്തെ സ്വീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. എല്ലാ തടസ്സത്തെയും നാം മാറ്റിവെക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനം സംഭവിച്ച നവോത്ഥാനം എന്ന് പറയുന്നത് വഫിയ കോളേജ് എന്ന് പറഞ്ഞ് സമസ്ത ഒരു സംരംഭം ഉണ്ടാക്കി. ആ വാഫി കോളേജിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? അത് പൂട്ടിച്ചു. എന്താ കാര്യം? എല്ലാവരും കൂടി ഇറങ്ങി. നമ്മൾ ഇയാളുണ്ടല്ലോ, മറ്റേ തെന്നിത്തെറിച്ച് വർത്താനം പറയുന്നൊരു മുസ്ലിയാരുണ്ടല്ലോ, എന്താണ് മറ്റേ റഹ്മത്തുള്ള കാസിമി മൂത്തേടം. അയാൾക്ക് ദീർഘായുസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇങ്ങനെ ഓരോന്ന് പറയും. ഇപ്പൊ അയാൾ പിടിച്ചിരിക്കുന്നത് സമസ്ത മുശാവറയിൽ വഹാബികളുണ്ട്. ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. സമസ്ത മുശാവറയിൽ ശതമാനം വരെ പറഞ്ഞു 80% വഹാബികളാണ്. പിന്നെയോ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വഹാബികളാണ്. മുസ്ലിയാക്കന്മാരിൽ അധിക പേരും വഹാബികളാണ്. ഇത് കേട്ടിട്ട് നമുക്ക് ദേഷ്യം തോന്നിയ സന്തോഷം തോന്നിയ നമ്മുടെ പൂർവികരായ ആളുകൾ ഉണ്ടാക്കി വെച്ച നവോത്ഥാനത്തിന്റെ ആ അലയൊലിയാണ് എല്ലാ ആളുകളെയും സ്വാധീനിച്ചു. അത് ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. കാന്തപുരം മുടിയുമായി വന്നപ്പോൾ അതിനു മുമ്പ് സമസ്തക്കാരും ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. പള്ളി ദർസിലും പിന്നെ അറബി കോളേജിലും ഒന്നും ഓതിയ കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. സനത് എവിടെ മുടിയിടത്? ആരാണിത് ചോദിക്കാൻ ഇവർക്ക് വഴിയുണ്ടാക്കി കൊടുത്തത്? ആരാണ്? മുജാഹിദുകളാണ് ഇവിടെ സനത് ചോദിച്ചത്. ഏതൊരു സംഗതി പറഞ്ഞാലും അതിന് സനത് പറയണം. യാ ഇബാദല്ലാഹി അഅ്യുനൂനി എന്ന് പറയുന്ന ഹദീസ് കൊണ്ടുവന്നു. വാറോല എന്നൊന്നും ആരും പറയരുത് എന്നൊക്കെ പറഞ്ഞ് മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വാറോലയാണെന്ന് മുജാഹിദുകൾ പറഞ്ഞു. ലഈഫായ ഹദീസാണെന്ന് പറഞ്ഞു. പ്രമാണമാക്കാൻ അത് യോഗ്യമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രമാണത്തെയാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് അത് വല്ലാതെ ഉദ്ധരിക്കാൻ ശ്രമിച്ചില്ല. പല സ്ഥലത്തും വാദപ്രതിവാദത്തിന് വേണ്ടി അൻആമിലെ 128 ഓതി. ആ സ്ഥലത്തല്ലാതെ പിന്നെ ഒരു സ്ഥലത്തും അൻആമിലെ 128 ഓതിയില്ല. എന്തുകൊണ്ട്? അത് പ്രമാണമാക്കാൻ പറ്റുന്നതല്ല എന്ന് ആ കൂടാരത്തിൽ ചർച്ച വന്നു. ഇവിടെയാണ് നാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖം നോക്കിയിട്ടല്ല മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതിൽ ചിലപ്പോൾ വലിയ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ചിന്തകരും എല്ലാം സ്വാധീനമുള്ളവരും സമ്പന്നരും ഒക്കെ ഉണ്ടാകാം. അതൊന്നും നോക്കിയിട്ടല്ല. ഈ ആദർശം എന്നും അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോ കാലഘട്ടത്തിലും ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നവോത്ഥാനത്തിൻ്റെ അലയൊലികൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഭാഗത്തും വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്തോഷകരമായ സാഹചര്യത്തിൽ നാം മണ്ഡലം സമ്മേളനം നടക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ജനങ്ങളോട് പറയണം. പിന്നെ മദ്ഹബിന്റെ കടന്നുകയറ്റം. പണ്ട് കാലത്തൊക്കെ പറഞ്ഞിരുന്നത് 4-ാലൊരു മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ അവർ മുസ്ലിം ആവുകയില്ല, പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമായി തീരും എന്നാണ് പറഞ്ഞത്. നമ്മൾ പള്ളി ദർസിലൊക്കെ ഓതുന്ന
ചെറിയ കിതാബുണ്ട്, ബാബ് മഅരിഫത്തു സുഗറ മഅരിഫത്തുൽ കുബ്ര എന്നൊക്കെ പറഞ്ഞു. അതിൽ ഓരോ മദ്ഹബുകാരനും അവന്റെ മദ്ഹബിൽ തന്നെ നിൽക്കണം. അതിൽ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പറയുന്നുണ്ട്. ഇദാ സഅൽത ഫീ അയ്യി മദ്ഹബിൻ അന്ത, നീ ഏത് മദ്ഹബിന്റെ ആളാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറയുക അനഫി മദ്ഹബി താജുൽ ഇമാമി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി, ഇമാമിങ്ങളുടെ കിരീടമായ നേതാവായ ഇമാം ഷാഫിയുടെ മദ്ഹബിലാണ് ഞാൻ. ഹനഫി ദർസി പഠിപ്പിക്കുന്നത് ഹനഫിയെ പറ്റി, മാലിക്കിലും ഹംബലിലും അങ്ങനെ അവരെ പറ്റിയായിരിക്കും. അങ്ങനെ ഓരോ ഈ മദ്ഹബിന്റെ സങ്കല്പങ്ങളെ തന്നെ നിങ്ങൾക്കറിയുമോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ ഇസ്ലാഹിന്റെ പ്രചരണം, നവോത്ഥാനത്തിന്റെ തുടക്കമുണ്ടാകുമ്പോൾ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ഇന്ന് ഒരു ഇമാമിന്റെ കീഴിൽ നിന്നാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കായ ഹാജിമാരും മുഅ്തമിരീങ്ങളും ഉംറയ്ക്ക് വരുന്നവരും നിസ്കരിക്കുന്നത്. അതായിരുന്നില്ല സ്ഥിതി. നിങ്ങൾക്കറിയുമോ? 4 ഭാഗത്ത്, കഅബയുടെ 4 ഭാഗത്തായി 4 ടെന്റുകൾ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വരുന്ന ഷാഫിയാക്കൾ ഷാഫി ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഹനഫികൾ ഹനഫി ഇമാമിന്റെയും അതേപോലെ തന്നെ മാലിക്കുകളും ഹംബലികളും അവരുടേതായ ഇമാമിങ്ങളുടെയും പിന്നിൽ നിന്നായിരുന്നു നിസ്കരിച്ചിരുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സൗദിയിൽ ഉണ്ടായ ആലി സൗദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലത്താണ് ഈ കൂടാരങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ. ഇന്ന് കാന്തപുരം പോയാലും മുത്തുക്കോയ തങ്ങൾ പോയാലും അവിടെ വഹാബിയായ ഇമാമിന്റെ കീഴിൽ തുടർന്ന് അവർക്ക് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അറഫയിലെ നമസ്കാരമായാലും മശ്അരിൽ ഹറാമിലെ നമസ്കാരമായാലും മക്കത്തെയും മദീനത്തെയും ഇരു ഹറമുകളിലെ നമസ്കാരമാണെങ്കിലും അവർക്ക് വഹാബികളെ തുടർന്ന് മാത്രമേ നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മദ്ഹബിന്റെ ചർച്ചകൾ, മദ്ഹബിന്റെ ഇമാമിയങ്ങളെ സംബന്ധിച്ച് വാസ്തവത്തിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കഴിയുകയില്ല. അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച വിജ്ഞാനവും ലഭിച്ച ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് അവർ ജനങ്ങളെ ദീൻ പഠിപ്പിച്ചു. അവർക്ക് ഹദീസുകൾ കിട്ടിയപ്പോൾ അവരവരുടെ നിലപാടുകൾ തിരുത്തി. നിങ്ങൾ ചോദിക്കണം ജനങ്ങളോട്. ഷാഫി ഇമാമിന് തന്നെ നിലവിൽ 2 അഭിപ്രായമുണ്ട് ചില വിഷയങ്ങളിൽ. ഒന്ന് ഖൗലുൻ ജദീദ്, ഖൗലുൻ ഖദീം. എന്താണ്? പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം എന്നിങ്ങനെ പറഞ്ഞ് 2 അഭിപ്രായങ്ങൾ കാണാം. അതെന്തേ? ഒരാൾക്ക് തന്നെ 2 അഭിപ്രായം ഉണ്ടായതൊരു വിഷയത്തിൽ അത് തനിക്ക് ആദ്യം ലഭിച്ച അഭിപ്രായം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് തിരുത്തി രണ്ടാമതൊരു അഭിപ്രായം വന്നപ്പോൾ അത് സ്വീകരിച്ചതാണ്. അങ്ങനെ മദ്ഹബിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് ഇന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന്, എന്നിട്ടും ചില ആളുകൾ വളരെ നിർബന്ധപൂർവം ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢമായ തന്ത്രങ്ങൾ, നവോത്ഥാനത്തിന്റെ മുമ്പിൽ തടസ്സങ്ങൾ നിന്നിട്ടുള്ള പുരോഹിത വർഗം എല്ലാ കാലത്തും ചെയ്തതുപോലെ ഇന്നും തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾക്ക് മഹല്ലുകളിൽ ഊരുവിലക്കുകൾ ഏർപ്പെടുത്താനും അവർക്ക് ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, സലാം പറയരുത്, അവർ മരിച്ചാൽ ജനാസക്ക് പങ്കെടുക്കരുത്, മയ്യത്ത് നമസ്കരിക്കരുത്, അവരുടെ കുട്ടികളെ വിവാഹം കഴിക്കരുത്, അങ്ങോട്ട് വിവാഹം കഴിച്ചയക്കരുത് എന്നൊക്കെ പറയുന്ന ശബ്ദം വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവസാനത്തെ മരണവെപ്രാളം എന്ന നിലയ്ക്ക് പലതും അവരിന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം നമുക്ക് വളരെ ശക്തമായി മറികടക്കേണ്ടതുണ്ട്. അതിന് വേണ്ടത് മുജാഹിദുകൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന പ്രമാണവിരുദ്ധമായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മുജാഹിദുകൾ ഒന്നാകണം. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ തൗഹീദിൽ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പിരിഞ്ഞുപോയ ഒരു സംഘവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളിൽ അവർ ശിർക്ക് ആരോപിക്കുന്നു, ഞങ്ങളെ അങ്ങനെ പറയുന്നു എന്ന പരാതി മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ പരാതി ശരിയാണോ എന്ന് പരിശോധിച്ച് മാതൃസംഘത്തിലേക്ക് മടങ്ങി വരാൻ ആത്മാർത്ഥമായി അവർ ശ്രമിക്കുക. എന്നിട്ട് ഈ നവോത്ഥാന സംരംഭവുമായി നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം. പിന്നീട് നമ്മൾ നിർവഹിച്ച ഒരു നവോത്ഥാന സംരംഭം എന്ന് പറയുന്നത് മദ്രസയായിരുന്നു. ഇന്ന് നമ്മുടെ വളരെ രഹസ്യമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മദ്രസകൾക്ക് വളരെ ക്ഷീണം ബാധിച്ചിരിക്കുന്നു.
എല്ലാ സ്ഥലത്തും. വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മദ്രസ കാര്യക്ഷമമായി പോകുന്നത്. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ലായിരുന്നു നമ്മുടെ മദ്രസ. മദ്രസകൾ സജീവമായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. മദ്രസ സമ്പ്രദായത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ ഇന്ന് മദ്രസയുടെ പേരിൽ ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുക. ഇത് നാം തിരിച്ചറിയുകയും നമ്മുടെ മദ്രസകൾ ശക്തിപ്പെടുത്തുകയും വേണം. സ്ത്രീ വിദ്യാഭ്യാസവും സ്ത്രീ ജമാഅത്തും മാറ്റമുണ്ടായില്ലേ? നവോത്ഥാന മേഖലയിൽ വമ്പിച്ച മാറ്റമാണ്. സ്ത്രീകളുടെ ഇസ്ലാമിക പഠനവും അവരുടെ ഭൗതിക പഠനവും മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരുവിധം ടൗണുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ സുന്നി പള്ളികളുടെ ഒരു സൈഡിൽ ഒരു ബോർഡ് കാണാം. എന്താണ്? യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം. അതിപ്പോൾ ഒരു 10-15 ഒരു 1.5 പതിറ്റാണ്ട് ആയിട്ടുള്ളൂ ആ ബോർഡ് കണ്ടു തുടങ്ങിയിട്ട്. അതിന് മേധയായിട്ടില്ല. ഇതെന്താണ്? പുതിയ ഹദീസോ ആയത്തോ വല്ല ഇറങ്ങിയോ? യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം വേണമെന്ന്. ഈ 15 കൊല്ലം മുമ്പ് യാത്ര ചെയ്ത മുസ്ലിം സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു നിസ്കരിക്കുന്നതിന്? ഞാൻ പലയിടത്തും പറയാറുണ്ട്, ബോർഡ് എഴുതി വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു ജീവനക്കാരനെ കൂടി വെക്കണം. KSRTCന്ന് പെൻഷനായ ഒരു ചെക്കറെയോ ഒരു കണ്ടക്ടറെയോ കൂടി അവിടെ നിയമിക്കണം. എന്താണ്? ഈ നിസ്കരിക്കാൻ വേണ്ടി ഈ കൂടാരത്തിൽ വന്ന് കയറുന്ന പെണ്ണുങ്ങൾ യാത്രക്കാരിയാണോ അല്ലേന്ന് എങ്ങനെ തിരിച്ചറിയും? പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും വന്ന് കയറിയാലോ? അപ്പോൾ ഒരു ചെക്കർ അവിടെ നിൽക്കണം. അയാൾ ടിക്കറ്റ് വാങ്ങി പരിശോധിക്കണം. ഒരു 80 കിലോമീറ്ററിന് അപ്പുറം നിന്ന് യാത്ര ചെയ്ത് വരുന്ന പെണ്ണാണെങ്കിൽ മാത്രം അതിനെ പരിശോധിച്ച് അകത്തേക്ക് കയറാൻ. സഹോദരന്മാരെ, ഇതൊന്നും അല്ല പ്രശ്നം. ഹജ്ജിനും ഉംറയ്ക്കും വരുന്ന സ്ത്രീകൾ മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് പള്ളിയിൽ പോയി 1,00,000 പ്രതിഫലം കിട്ടുന്ന, 1000 പ്രതിഫലം കിട്ടുന്ന ഇരു ഹറമുകളിലും പോയി ജമാഅത്തുകളിൽ പങ്കെടുത്ത സഹോദരിമാർക്ക് നാട്ടിൽ വരുമ്പോൾ അവരുടെ പല സുഹൃത്തുക്കളും ഉംറയ്ക്ക് വന്നവരും ഹജ്ജിന് വന്നവരും ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്കും പള്ളിയിൽ പോകണം. പുരോഹിതന്മാർ എന്തൊക്കെ തടസ്സം സൃഷ്ടിച്ചാലും ഈ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് ഒഴുകുന്ന ഒരു കാലം ഉണ്ടാകും. അത് കണ്ട് കൺകുളിർമയോടെ ആസ്വദിക്കാൻ ഇസ്ലാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന നമുക്കേ കഴിയുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ഓരോ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലും ഇസ്ലാഹിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തണം. മുസ്ലിം സ്ത്രീക്ക് കൈയെഴുത്ത് പഠിപ്പിക്കരുത്. അവർക്ക് പള്ളി പോകാൻ അനുവാദമില്ലായിരുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിന് അനുവാദമില്ലായിരുന്നു. നേരത്തെ ഇബ്രാഹിം കുട്ടി മൗലവി പദ്യം ചൊല്ലി നിങ്ങളെ കേൾപ്പിച്ച മാന്യമായ വസ്ത്രം ധരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യം നൽകി. ഇപ്പൊ സ്വാതന്ത്ര്യം ഓവറാക്കിയിട്ട് ചില ആളുകൾ ചാക്കിനകത്ത് കെട്ടിയിട്ടിട്ട് കണ്ണിന്റെ സ്ഥലം മാത്രം പോറലിട്ടിട്ട് പുറത്തിറക്കിയേക്കാണ്. ഇങ്ങനെ വാഴക്കൊല വഴിപ്പിക്കാൻ വെച്ചതുപോലെ ഇവരിങ്ങനെ ചാക്കിനകത്ത് കയറി നടക്കുകയാണ്. കാണാനും വയ്യ, നോക്കാനും വയ്യ. ഭക്ഷണം കഴിക്കാൻ മാത്രം ഷട്ടർ പൊക്കിയിട്ട് ഇതിങ്ങനെ കഴിക്കുക, ബാക്കി സമയത്തൊക്കെ ഷട്ടർ മൂടിയിടുക. എന്തിനാണ് ഈ ഓവർ ഭക്തി? ആരാണ് ഇത് ഉണ്ടാക്കിയത്? ആർക്കെങ്കിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതങ്ങനെ നിലനിന്നോട്ടെ. പണ്ഡിതാഭിപ്രായങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല മുജാഹിദുകൾ. പ്രമാണങ്ങൾ കൃത്യമായി മുമ്പിൽ വെച്ചുകൊണ്ട് അത് പഠിച്ചും പഠിപ്പിച്ചുമാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം ജനങ്ങളെ ഈ നവോത്ഥാനത്തിന്റെ വഴിയിൽ കൈപിടിച്ചുയർത്തിയത് എന്ന് നാം മനസ്സിലാക്കുക. സമസ്തക്കാരുടെ ഒരുപാട് പ്രമേയങ്ങൾ പാസാക്കി. ആ പ്രമേയങ്ങളൊക്കെ ഇന്ന് അവർക്ക് തന്നെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ നാണക്കേടാണ്. മണ്ണാർക്കാട് പ്രമേയവും ഫാറൂഖ് പ്രമേയവും അതുപോലെ മീൻചന്ത പ്രമേയവും. ഇവരിങ്ങനെ മീൻചന്തയിലും കാളച്ചന്തയിലും ഇരുന്ന് പ്രമേയം പാസാക്കിയാൽ അതനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ? ബൗദ്ധിക കേരളമാണ്, ചിന്തിക്കുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത്. വിദ്യാഭ്യാസത്തിൽ അത്യുന്നതിയിലെത്തിയ സ്ത്രീകളും പുരുഷന്മാരുമുള്ള സമൂഹമാണ്. ഇനി ഈ സമുദായത്തെ ലഭിക്കുകയില്ല. ഇവരുടെ കൈമുത്താനും കാലുമുത്താനും അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനും അവരുടെ തരീക്കത്തുകളുടെയും അവരുടെ ഔലിയാക്കന്മാരുടെയും പുറകിൽ പോകാൻ ഈ സമുദായത്തെ കിട്ടുകയില്ല. രാഷ്ട്രീയപരമായ നവോത്ഥാനം മുജാഹിദുകൾ ഉണ്ടാക്കിയതാണ്.
ആ നവോത്ഥാനത്തിനെല്ലാം ഇന്ന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരമോഹികളല്ലാത്തത് കൊണ്ട് അവരെങ്ങും ഇടിച്ചു കയറി സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അവർ പോകുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ, 1994 വിദ്യാഭ്യാസത്തിന്റെ നീതി സംരക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ഐക്യ സംഘടിത ശക്തിയായി എറണാകുളത്ത് ഒരു വമ്പിച്ച പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതൃത്വം സമസ്ത കേരള ദക്ഷിണയും MES-ഉം MSS-ഉം എല്ലാം ഒന്നിച്ച് അവകാശം നേടിയെടുക്കാൻ അതിൽ മുമ്പിൽ മുസ്ലിം ലീഗാണ് നിൽക്കുന്നതെങ്കിൽ തൊട്ടു പിന്നിൽ തന്നെ നേതൃത്വം ഉണ്ട് എന്നാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം നേതാക്കന്മാരെ പരിശോധിച്ചാൽ ഈ മൊയ്ത് മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. രാഷ്ട്രീയ മേഖലയിലും മുസ്ലിങ്ങൾ ഒരിക്കലും അരാഷ്ട്രവാദികളല്ല. നമുക്ക് രാഷ്ട്രീയ ബോധമുള്ളവരായിരിക്കണം. ഇവിടുത്തെ ഭരണകേന്ദ്രങ്ങളിലെല്ലാം നമ്മുടെ പങ്കാളിത്തങ്ങൾ ഉണ്ടാകണം. ത്രിതല പഞ്ചായത്ത് മുതൽ അസംബ്ലി മുതൽ പാർലമെന്റ് വരെ, ഇന്ത്യൻ പാർലമെന്റ് വരെ നമ്മുടെ പ്രതിനിധികൾ ഉണ്ടാകണം. അതിനുവേണ്ടി നാം മോഹിച്ച് പണിയെടുക്കണമെന്നല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുസ്ലിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നവോത്ഥാനത്തിന്റെ തടസ്സങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ KNM തന്നെ 4 വിഷയങ്ങൾ ഈ വിഷയത്തിൽ അതിന് പഠനം നടത്തി അവർ പ്രാസംഗികന്മാർക്ക് ഒരു കൈപുസ്തകമായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 4/1 ഭാഗം പോലും നമുക്ക് ഇവിടെ വിശദീകരിക്കാനായിട്ടില്ല. അടുത്ത നമ്മുടെ ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട്. 4 വിഷയമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വൈകി മാത്രമാണ് ഇത് തുടങ്ങാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നവോത്ഥാന വഴിയിലെ തടസ്സങ്ങൾ എന്താണെന്ന് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ പൂർവികർ തുടങ്ങിവെച്ച പ്രവർത്തിച്ചു പോന്ന വഴികൾ സ്വീകരിച്ചുകൊണ്ട് നാമും മുമ്പോട്ട് പോകുക, നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ. നമ്മൾ മറ്റുള്ള ആളുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, നാളെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തോടു കൂടി അവസാനിച്ചില്ല, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കാര്യത്തോടു കൂടി അവസാനിച്ചില്ല. പണ്ഡിതന്മാർ മാത്രമല്ല ഈ നവോത്ഥാനത്തിന്റെ കണ്ണികൾ. സമ്പന്നന്മാരും പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പ്രാദേശികമായ പല കുടുംബത്തിലെയും പ്രമുഖരായ ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിർവഹിച്ചതാണ്. അതുകൊണ്ട് എനിക്കും ഒരു നവോത്ഥാന നായകൻ ആകണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞാൻ നിർവഹിക്കണം എന്നുള്ളൊരു ബോധത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. നമ്മൾ അർപ്പിച്ച ബാധ്യതകളെല്ലാം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് നാം മടങ്ങിച്ചെല്ലുമ്പോൾ ഒരു ഉത്തമ വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന എല്ലാ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമായി തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആശയാദർശങ്ങൾ കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.